ഓണത്തിന് ഓങ്ങല്ലൂർക്കാർക്ക് വിഷരഹിത പച്ചക്കറിക്കൂട്ടി സദ്യ ഉണ്ണാം. അതിനായി പച്ചക്കറി കൃഷിയിൽ വിപ്ലവം തീർക്കുകയാണ് കരിമ്പുള്ളിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കണ്ണിനും മനസ്സിനും കുളിരായി ഒരേക്കറിൽ ഇറക്കിയ പച്ചക്കറി കൃഷിയിൽ നിന്ന് മികച്ച വിളവാണ് ലഭിക്കുന്നത്. ഓങ്ങല്ലൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനമാണിത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി. നട്ട പച്ചക്കറികളെല്ലാം നൂറുമേനി വിളവ് നൽകി. ധനലക്ഷ്മി ലേബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരേക്കറിലാണ് വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുത്തത്. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വില നിയന്ത്രിക്കാൻ തദ്ദേശീയമായി വിളയിച്ചെടുത്ത പച്ചക്കറികൾക്കാകും എന്നാണ് ഇവരുടെ പക്ഷം. ഓണമായതോടെ നല്ല വിപണിയും കിട്ടി. ജൈവരീതിയിലായിരുന്നു കൃഷി. വിവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഇത് ധനലക്ഷ്മി ലേബർ ഗ്രൂപ്പിന്റെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പയറുകളായി കഴിഞ്ഞു. വെണ്ടുണ്ട്, കുമ്പളം, ചെരങ്ങ, അതുപോലെ പൂള, എല്ലാ പച്ചക്കറി സാധനങ്ങളും ഇവിടെ വിളവ് എടുത്തിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ജൈവ രീതിയിൽ, അത് മാത്രമല്ല ഓണക്കാലത്ത് പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിൽ വില കൂടുമ്പോൾ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ജൈവ പച്ചക്കറി കൃഷി അതുപോലെ തന്നെ ജൈവ പച്ചക്കറി കഴിക്കുന്നതിനും ഇതുകൊണ്ടൊക്കെ ഉപകാരപ്രദമാകും. വെണ്ട, പയർ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷി ഇറക്കിയത്. പഞ്ചായത്തിലെ വിവിധ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട്. ന്യൂസ് 18 ഓങ്ങല്ലൂർ. ഓണം ആഘോഷമാക്കാൻ തൃത്താലയിൽ കാർഷിക കാർണിവലിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയോടനുബന്ധിച്ച് മന്ത്രി എം. രാജേഷിന്റെ നേതൃത്വത്തിൽ വിളവെടുപ്പ് മഹോത്സവ ജാഥ സംഘടിപ്പിച്ചു. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അംഗീകരിക്കപ്പെട്ട സംയോജിത വികസന പരിപാടിയായ സുസ്ഥിര തൃത്താലയുടെ ഉപജാഥാവ് സുസ്ഥിര വികസനത്തിന്റെ ഗ്രാമീണ മാതൃകയായി സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ അംഗീകരിക്കപ്പെട്ട സംയോജിത വികസന പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. ഇതിന്റെ ഭാഗമായി വിളയിച്ചെടുത്ത പച്ചക്കറികൾ, പൂക്കൾ, വാഴപ്പഴം, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ മിതമായ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതും കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്നതുമായ കാർഷിക കാർണിവൽ. കാർണിവലിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ മന്ത്രി എം. രാജേഷിന്റെ നേതൃത്വത്തിൽ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. ഇവിടെ കൃഷി നമ്മൾ നിശ്ചയിച്ചത് വാഴ കൃഷി നടത്താനാണ്. അപ്പോൾ അവിടുത്തെ വിളവെടുപ്പും കഴിഞ്ഞു. 3ാമത്തെ സ്ഥലത്തെത്തുമ്പോൾ കൂടുതൽ അതിഥികൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. മുൻ MLA ശ്രീ വി. കെ. ചന്ദ്രൻ, മുഹമ്മദ് മാഷ്, ഇവര് ഇതിൽ പങ്കാളിയാവാൻ വന്നു ചേർന്നിട്ടുണ്ട്. അതിനുള്ള സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് ഈ വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പടിഞ്ഞാറങ്ങാടിയിലാണ് കാർഷിക കാർണിവൽ നടക്കുന്നത്. വിപണനമേള, പ്രദർശനമേള, സെമിനാറുകൾ, പ്രാദേശിക തനത് കലാകായിക പരിപാടികൾ, ഭക്ഷ്യമേള, പുസ്തകോത്സവം എന്നിവയെല്ലാം കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18